ബന്ധുക്കളൊക്കെ അടിച്ചുവാരി ഇപ്പൊ ബോഡി എത്തും എന്നുള്ള നിലക്കായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ കഥ ഈ ഒറിജിനൽ നടന്ന കഥയല്ല, ഒറിജിനൽ ഉണ്ടായ ഈ സംഭവം കേട്ട് വളർന്നുകൊണ്ടായിരിക്കണം എനിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഫീലിംഗ് ആണ്. ഇനി അതൊക്കെ പോട്ടെ, ചെറുപ്പം മുതലേ സ്വന്തം ബന്ധുക്കളെ വീട്ടിൽ നിന്ന് പോലും അവഗണന, ഈ നിറം എനിക്ക് നന്നായി നേരിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് മനസ്സിലൊരു വാശി കൂടിയത്, എങ്ങനെയെങ്കിലും ഇവരുടെ മുന്നിൽ ഞാൻ ആരാണെന്ന് തെളിയിക്കണം. അപ്പോൾ ആരും മൈൻഡ് ചെയ്യാതില്ലെങ്കിലും ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു. പഠിച്ച് ഈ അവസ്ഥയിലെത്തി. ഈ അവസ്ഥയിലെത്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു സിവിൽ പോലീസ് ഓഫീസറായി. ഇതിന്റെ പിന്നിൽ ഞാൻ അനുഭവിച്ച യാതനകൾ. അച്ഛനൊരു ഗവൺമെന്റ് ജോലിക്കാരൻ, പ്യൂണായിരുന്നു ഫിഷറീസ് വകുപ്പിൽ. അതൊട്ടും തികയാത്തത് കൊണ്ട് എൻ്റെ അമ്മ, ഞങ്ങൾ 4 മക്കളാണ്, എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയിണ്ടായിരുന്നു. ചിലപ്പോൾ വീട് വെക്കുന്ന അവസ്ഥയും കൂടി ആയപ്പോൾ സാമ്പത്തികമായിട്ട് വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാകുമ്പോൾ ഒരു പ്രൈവറ്റ് ചകിരി മില്ലിലാണ് അമ്മ പണിക്ക് പോയിരുന്നത്. അമ്മ നൈറ്റ് ഡ്യൂട്ടിയിലും, നൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇരുന്ന് എഴുതുന്ന ജോലിയല്ല. ഈ പണി എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്കാണ്. അമ്മ നൈറ്റും നിൽക്കും പണം തികയാൻ. എന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീണ്ടും ഡേ ഡ്യൂട്ടിക്കും പോകും. അപ്പോൾ അമ്മ എത്ര കണ്ട ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് നോക്കിയാൽ മതി. ഈ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ എന്തായാലും SLC ആവുമ്പോൾ ഞങ്ങളുടെ അവിടെ ആരും ഫസ്റ്റ് ചാൻസിൽ പാസ്സായിട്ടില്ല അന്നത്തെ. പക്ഷെ ഞാൻ അതുവരെ ഒട്ടും പ്രിപ്പയർഡ് അല്ല. എന്താണ് ഞാൻ തോറ്റു പോകും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നെ പൊന്നാനി ഗേൾസ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സെലീന ടീച്ചർ, ആ സ്കൂൾ അടച്ചിട്ട് നമുക്ക് ഒരു മോട്ടിവേഷൻ തരിക ലാസ്റ്റ് ദിവസം. അതിന് എന്തോ ഒരു ഉണർവ് വന്നു. എന്നിട്ട് ഞാൻ ശരിക്കും പഠിക്കുന്നത് ആ സ്റ്റഡി ലീവിനാണ്. ഒരു ട്യൂഷനൊന്നും പോയിരുന്നില്ല. ഈ സ്റ്റഡി ലീവിന് ഞാൻ എന്ത് ചെയ്തു, നന്നായി പ്രിപ്പയർ ചെയ്തു. എനിക്ക് ജയിച്ചേ മതിയാവൂ എന്നുള്ളൊരു വാശി വന്നു. അതിലാണ് ജസ്റ്റ് 230 മാർക്കാണ് എനിക്ക് SLCക്ക് കിട്ടിയത്. ആ മാർക്കോട് കൂടി പാസ്സായ ഞാൻ പിന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ഇതൊന്നുമല്ല, എന്തെങ്കിലും ആവണം എന്നുള്ളൊരു. പക്ഷെ എനിക്ക് ലക്ഷ്യം എന്താ പറയുക, എൻ്റെ അമ്മേനെ നല്ലപോലെ നോക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം. എൻ്റെ അമ്മയുടെ കൂലിപ്പണിയൊക്കെ നിർത്തി ഒരു ജീവിത ലക്ഷ്യം അതായിരുന്നു. പ്രീ ഡിഗ്രിക്ക് MESc ചേർന്നു. അത്യാവശ്യം നന്നായി മാർക്ക് വാങ്ങിച്ചു. ഡിഗ്രി പഠിച്ചപ്പോൾ വീട്ടിൻ്റെ ഒരു സംഭവം ഉണ്ടായി. വീട്ടിൽ വെച്ചാൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഭവമാണ്, നമുക്ക് അത്ര പറയാൻ പറ്റില്ല. അതിൽ എൻ്റെ അമ്മ ഡൗൺ ആയിപ്പോയി. എങ്കിലും ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ BEdന് അഡ്മിഷൻ കിട്ടി. പത്തനംതിട്ടയാണ് കിട്ടിയത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോയി. പക്ഷെ ഈ ടൈമിൽ അമ്മയ്ക്ക് ഡെയിലി തലവേദന വരും. ഈ തലവേദന വരുമ്പോൾ അമ്മ ഏതെങ്കിലും ഒരു തലവേദനയുടെ മരുന്ന്, കാരണം നമ്മൾ പെൺമക്കളില്ലല്ലോ അവിടെ, ചേച്ചീനെ കല്യാണം കഴിച്ചു, വല്ല പാരസെറ്റമോൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കും. ഈ അമ്മ ഈ പാരസെറ്റമോൾ കഴിച്ച് പക്ഷെ അമ്മയുടെ തലവേദനയുടെ കാരണം എന്താന്ന് അമ്മ അന്വേഷിച്ചില്ല. വീട്ടിലെ അച്ഛനായാലും ആങ്ങളമാരായാലും ശ്രദ്ധിച്ചില്ല. പക്ഷെ അത് BP കൂടിയിട്ടുള്ള തലവേദനയായിരുന്നു. ഈ BP കൂടിയ തലവേദനയിൽ അമ്മയ്ക്ക് ഇതിന് നമ്മൾ കറക്റ്റ് ഇട്ട് കൊടുക്കാണ്ട് അമ്മ ബ്ലഡ് കോട്ട് ചെയ്തു തലയിൽ, കിടപ്പായി. ഞാൻ BEd മുഴുവനാക്കിയിട്ടില്ല. വന്ന് കണ്ടു. മെഡിക്കൽ കോളേജിൽ 2 മാസത്തോളം അമ്മ കിടന്നു. ഒരു രക്ഷയില്ല. ബ്ലഡ് കോട്ട് ചെയ്ത് ഓർമ്മ പോയി. എന്നിട്ട് BEd കഴിഞ്ഞ് വന്ന് ഞാൻ കാണുന്നത് ഈ ഓർമ്മയില്ലാതെ കുട്ടിയെ പോലെ കിടക്കുന്ന അമ്മയാണ്. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്കേറ്റ തിരിച്ചടിയാണ്. അന്ന് പിന്നീട് ഞാൻ ഈ വിവാഹ ജീവിതം വേണ്ട എന്നുള്ള ലക്ഷ്യത്തിൽ എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി ആ സമയത്ത് എൻ്റെ അമ്മയുടെ അമ്മയായി മാറി ഞാൻ. ഒരു ചെറിയ കുട്ടിയെ പരിപാലിക്കുന്ന പോലെ, എനിക്ക് എപ്പോഴും അത് പറയുമ്പോൾ വികാരം വരാം. ചെറിയ കുട്ടിയെ പരിപാലിക്കുന്ന വർഷത്തോളം ഞാൻ എൻ്റെ അമ്മയെ നോക്കി. എന്നിട്ടും കുറച്ചു കാലം കൂടി അമ്മ ജീവിച്ചിരുന്ന്. പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ, കല്യാണമൊക്കെ ശരിയാവട്ടെ. ഈ ടൈമിൽ ഞാൻ പ്രൈവറ്റ് കോളേജിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകും.
വീട്ടിലും കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് സാമ്പത്തികമായിട്ട് നോക്കും. കാരണം അമ്മ കിടപ്പായി. പിന്നെ ആങ്ങള ബസ്സിൽ കണ്ടക്ടറായിട്ടൊക്കെ വന്ന് സാമ്പത്തികമായിട്ട് വീട്ടിൽ വലിയ മോശമില്ലാണ്ട് പോയി. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു വന്നത് ഒരു വലിയ ഫാമിലിയിലേക്കാണ്. 5-8 മക്കളുള്ള വീട്ടില് മൂത്ത മകനായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പോൾ ആ വീട്ടു ജോലികളും ജോലിക്ക് പോക്കും. അപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടിയില്ല. പക്ഷെ ഞാൻ എല്ലാ ടെസ്റ്റും എഴുതായിരുന്നു. ഒരു ടെസ്റ്റിൽ ലിസ്റ്റിൽ വന്നിട്ടും ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വന്നത് ഈ ലിസ്റ്റ് പോലീസിന്റെ. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോഴേ സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടണം. ഒരു സാധാ ഒരു ടൈപ്പിസ്റ്റോ ഒരു ക്ലർക്കോ ആയിട്ടല്ല, സൊസൈറ്റിയിൽ ഒരു ഈ ചോയ്സ് അങ്ങനെ അത് വെച്ചിട്ട് എഴുതി കിട്ടി. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒന്നും ഇല്ലാത്ത ആൾ, ഒരു ഓട്ടത്തിനോ ചാട്ടത്തിനോ ഒന്നും പങ്കെടുക്കാത്ത ആളാണ്. ഇത് ലിസ്റ്റിൽ വരിക കല്യാണത്തിന് മുന്നേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു ഓട്ടവും ചാട്ടവും ഒന്നും ഇല്ല. ഒരു മാസം മുന്നെയാണ് ഫിസിക്കൽ ടെസ്റ്റ്. നമുക്ക് 8 എണ്ണത്തിൽ 5 എണ്ണം പാസ്സാവണം. ഓട്ടം, ചാട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പുലർച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു പട്ടിക്കുട്ടിയുണ്ട്, അവനെയും കെട്ടിയിട്ടിട്ട് ഞാൻ ആ പറമ്പ് മുഴുവൻ ഓടും. ഞങ്ങളുടെ വീട്ടിന്റെ അവിടെ വേറെ ഒരിക്കലും പോവാൻ നമ്മളെ കൂടെ വരാൻ അമ്മയൊന്നും ഇല്ലല്ലോ. അമ്മ കിടപ്പല്ലേ, അമ്മയുടെ കാര്യങ്ങളും നോക്കണല്ലോ. അങ്ങനെ എന്തോ ദൈവ കടാക്ഷം 4 എണ്ണമൊക്കെ കിട്ടി. 5-മത്തത് ഒരു ലോങ് ജമ്പായിരുന്നു. കൈ കുത്താൻ പാടില്ല. ചാടുന്ന ഫിസിക്കൽ ടെസ്റ്റ് നടക്കുകയാണ് മലപ്പുറത്തെ MSP ഗ്രൗണ്ടിൽ. പക്ഷെ ഞാൻ എന്തോ എന്റെ ദയനീയമായ നോട്ടം അവര് പാസ്ഡാക്കി ആയി. ഞാൻ കൈയൊന്നും തൊട്ടിട്ടില്ല. പക്ഷെ അവരെ ചർച്ച വന്നതാണ്, ആ കുട്ടി പോട്ടടോ എന്ന് പറഞ്ഞു. അവിടെയൊക്കെയാണ് നമുക്ക് കുറെയൊക്കെ കഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഒരു കരം അവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് ട്രെയിനിങ്. ആ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് ലിസ്റ്റിൽ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തോളായി. എൻ്റെ സ്വപ്നമായി ജോലി. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് തള്ളിക്കളയാണ് എന്ന് പോലും വന്നു. അപ്പൊ ഈ കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മൾ കുട്ടികളൊന്നും ഇപ്പൊ വേണ്ട, കാരണം എന്തായാലും അവരിട്ടിട്ട് പോണം. 8 മാസം വീട്ടിലേക്ക് വരാൻ പറ്റില്ല, വീട്ടിൽ നിൽക്കാം. പക്ഷെ ഞാൻ ഗർഭിണിയായി. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഗർഭിണിയായി. എന്നാൽ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ ഹസ്ബൻഡ് നിന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആർക്കും കുട്ടികളില്ല. ചേട്ടന് 4 പെങ്ങന്മാരാണ് മൂത്തത്. ഈ 4 ആൾക്കും 3 ആൾക്കില്ല, ഒരാളെ കല്യാണം കഴിഞ്ഞു. ഈ ഗർഭിണിയായി എന്ന് ഈ വീട്ടിൽ അറിഞ്ഞ നിമിഷം എൻ്റെ അമ്മായിയമ്മയിലും നാത്തൂന്മാരായാലും അവരെ ഭർത്താക്കന്മാരാവും ഭയങ്കര മൂടില. ഇത് കണ്ടിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടേ ഉള്ളൂ. ഞാനിത് പ്രഗ്നന്റ് ആവില്ല എന്നുള്ള ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു പോസിറ്റീവാണ്. നമ്മളിത് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് വീട്ടിലേക്ക് അറിയിക്കുമ്പോൾ ഈ അമ്മായിയമ്മ അവശ്യാണ്, എന്നാൽ അത്യാവശ്യം ബാത്റൂമിലേക്കൊക്കെ അമ്മ ഇരുന്ന ചെയറിന്ന് ഒരൊറ്റ ചാട്ട. പിന്നെ നാത്തൂന്മാരെ ഭർത്താക്കന്മാരൊക്കെയാണ് പായസം ഉണ്ടാക്കുന്നത്. എന്ത് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളൂ, പായസം വെക്കാൻ നോക്കുന്നു. ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ കുട്ടികളില്ലാത്ത വീട് എന്നാണ് ആ നാട്ടില് ഒരു പരക്കെ പറയുന്നത്. അവിടെ ആദ്യമായിട്ട് ഒരു കുട്ടി ജനിക്കാൻ പോണെന്നുള്ള അത് കണ്ട് അപ്പൊ എനിക്ക് തന്നെ തോന്നുക, ദൈവമേ ഞാൻ ചിന്തിച്ചതേ തെറ്റ്, എല്ലാത്തിലും വലുതല്ലത്. ജോലി ഇല്ലെങ്കിലും ആ വീട്ടുകാരുടെ എത്രയും പേരുടെ 10-12 ആൾക്കാരുടെ സന്തോഷം നമ്മൾ തല്ലി കിടത്തണം. പ്രൊസീഡ് ചെയ്യാന്ന് വിചാരിച്ചു. വരണോടത്ത് വെച്ച് കാണാന്ന്. ലിസ്റ്റ് ആണെങ്കിൽ വരുന്നുമില്ല. ജനിച്ചു. മോൾക്ക് 6 മാസമായപ്പോ ട്രെയിനിങ്ങിന് വിളിക്കുക. അങ്ങനെ പിന്നെയും കുറച്ച് നീണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മോൾക്ക് 8 മാസം ഉള്ളപ്പോൾ ട്രെയിനിങ്ങിന് പോകും. ഞാൻ പ്രസവം കഴിഞ്ഞ് നമ്മുടെ ഗോപിനാഥിന്റെ ആശുപത്രിയിലെ ആശ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടറാണ്, നീ പോടോ, ഞാനൊക്കെ 6 മാസം കുട്ടിക്ക് പാല് കൊടുത്തോളൂ. ഇത്ര 8 മാസം കിട്ടിയില്ലേന്ന്. 8 മാസത്തിൽ 7 മാസം, കാരണം 1 മാസം മുന്നേ ഏകദേശം നിർത്തണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു. പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കാണ്ട് ഞാൻ കൊടുത്തോണ്ടിരുന്നു. ഏകദേശം ഒരാഴ്ച മുന്നേ നിർത്തി. കാരണം വീട്ടിൽ ഇവളെ സ്നേഹിക്കാൻ എല്ലാവരും ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിലല്ല, ഹസ്ബൻഡിന്റെ വീട്ടിൽ. എൻ്റെ അമ്മ ഒന്നുമില്ല, അമ്മ കിടപ്പല്ലേ. ഹസ്ബൻഡിന്റെ വീട്ടിലാണ് കുട്ടീനെ നിർത്തി പോണത്. പക്ഷെ ആ ഒരു അവസ്ഥ, എത്ര നമ്മളെ മക്കൾ സുഖലോലുപതയിലാണെങ്കിലും
കിടക്കുമ്പോ നമ്മളെ കുട്ടി നമ്മളെ കൂടെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടല്ലോ, നെഞ്ചു പൊട്ടിയ. ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് ഞാൻ ഇറക്കം ട്രെയിനിങ്ങിനായിട്ട്. സത്യം പറഞ്ഞാൽ നാട്ടുകാരും അയൽവാസികൾ പോലും അന്ന് രാത്രി നോക്കിയിരിക്കുക, ഞാനില്ലാത്ത രാത്രി എൻ്റെ മോള് കരയുന്നുണ്ടോന്ന്. എല്ലാവരും നോക്കിയിരിക്കുക. കാരണം ഇവള് ഹാപ്പിയാണ്, പക്ഷെ ആ പാല് കിട്ടാത്ത അവസ്ഥ ഉണ്ടല്ലോ, അയ്യോ. ഇനി ഈ എൻ്റെ ബ്രസ്റ്റിന്ന് പാല് ചുരത്തുകയാണ് ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ട്. പലപ്പോഴും പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് മറ്റും യൂണിഫോം നനയ്യ. ഇതില് ആ വേദന സഹിക്കണം. പനി, നല്ല പനിക്കും നമുക്ക്. പനി ഇത് പിഴിഞ്ഞു കളയണം. എല്ലാം നമുക്ക് സഹിക്കാം. മാനസികമായിട്ട് നമ്മുടെ തകർച്ച അതൊരിക്കലും സഹിക്കാൻ. ഇതിനെന്നെ സഹായിച്ചത് ദൈവം നാമാണ്. കുറെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, എല്ലാം എൻ്റെ മോൾക്കും കൂടി വേണ്ടിയല്ലേ. എനിക്ക് ജോലി കിട്ടി, എൻ്റെ കയ്യിൽ പൈസ വന്നാൽ അതിലെന്തെങ്കിലും സമ്പാദ്യം ഉണ്ടെങ്കിലും എൻ്റെ മോൾക്ക് തന്നെയല്ലേ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. അന്ന് തൊട്ട് ട്രെയിനിങ് പരേഡ് കഴിഞ്ഞ് വന്ന് വൈകിട്ട് റൂമിൽ വന്ന ഞാൻ പ്രാർത്ഥന തുടങ്ങി. ആ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നത്. നല്ല പനിയൊക്കെ പനിക്കുന്നുണ്ട്, പാലൊക്കെ നിറഞ്ഞു പോണുണ്ട്, ബാത്റൂമിൽ ഒഴിച്ചു കളയുക ചെയ്യുക. എന്നിട്ട് അതിൽ ഞാൻ പിടിച്ചു നിന്നു. ഇന്ന് ഞാൻ ഈ അവസ്ഥയിലെത്തി. പിന്നീട് എനിക്ക് ജോലിയൊക്കെ കിട്ടി. ഇപ്പൊ ഞാൻ 16 വർഷം കഴിഞ്ഞു സർവീസിൽ. അതിലിടക്കൊരു മോൻ ജനിച്ച്. ഇനി ഈ ജോലിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവര് പറയുന്ന ടൈമിൽ നമ്മൾ ജോലിക്ക് ഹാജരായിക്കോണം. ആ ടൈമിൽ ചിലപ്പോൾ കുട്ടികൾ കിടന്ന് കരയും. അപ്പൊ അതിന് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനോടാണ്. നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ആള് നല്ല റിസ്ക് എടുത്താ നോക്കണേ. ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോ ഒരു പ്രശ്നമില്ല. പക്ഷെ എന്താ, ആളിവിടെ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചു. വളരെ വളരെ ദുഷ്കരായ ആളെ നിർത്താനുള്ള സാമ്പത്തികമായിട്ടില്ല, വീടായില്ല, ഒന്നും ആയിട്ടില്ല. എങ്കിലും എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാം ഇന്ന് എൻ്റെ മക്കൾക്ക് ഞാൻ നൈറ്റ് ഡ്യൂട്ടി പോകണം, അമ്മ പോവാണ്, ആ പോയിക്കോ. കാരണം എന്താ, അവര് ജനിച്ചപ്പോ മുതൽ ഈ ഓടുന്ന അമ്മേനെ കണ്ടിട്ടുള്ളൂ. എല്ലാവർക്കും വളരെ എക്സിക്യൂട്ടീവ് മൈൻഡുള്ള ജോലിയാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഞങ്ങൾ ഈ ജോലിക്ക് വരുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വളരെ. ചിലപ്പോ വെള്ളിയാഴ്ച ദിവസങ്ങൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോകണം. എന്തൊക്കെ കഴിച്ചു പോകണം, വീട്ടിലെല്ലാ വർക്കും ചെയ്ത് വെച്ചിട്ട് വേണം. പിന്നെ ഒരു ഹോളിഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാട്ടാ, ചിലപ്പോ അന്ന് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എൻ്റെ ഫാമിലി എന്നോട് കാണിക്കും ദേഷ്യം. പക്ഷെ അത് അവർക്ക് ഓക്കെ, ആകുമ്പോ ഞങ്ങൾ പോയിക്കോളാന്ന് പറയും. അവിടെയൊക്കെ ഞങ്ങളുടെ ആ ഫീലിങ്സ് ഇങ്ങനെ വളരെ വളരെ ദുഷ്കരമായതിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. ഇന്ന് ദൈവം സഹായിച്ച് എനിക്കൊരു 2 നില വീടായി. എൻ്റെ മക്കൾ വലുതായി. മോള് +2 പഠിക്കണം, മോൻ 8ാം ക്ലാസ്സിൽ, ഹസ്ബൻഡ് സ്കൂള്. ഇന്ന് എൻ്റെ ഇഷ്ടമാണ് ഈ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ എൻ്റെ കഷ്ടകാല ടൈം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ജീവിതത്തിൽ ഇതിലിടക്ക് അമ്മ മരിച്ചു, ഇതിലിടക്ക് എൻ്റെ മൂത്ത ആങ്ങള മരിച്ചു. ഇതെല്ലാം നമ്മൾ നേരിട്ടണം. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാല് ഒരു ഒട്ടുമിക്ക ചെറിയ പ്രശ്നങ്ങൾ കണ്ടാലൊന്നും മനസ്സ് പതറണില്ല. അപ്പൊ എല്ലാരും വിചാരിക്കുക എന്താ അറിയോ, ഈ ജോലിയുടെ ഭാഗമായിട്ട് മനസ്സ് കല്ലായി പോയെന്നാണ്. നമ്മൾ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടേ പറ്റൂ. അത് നിങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകള് അത് വിചാരിക്കുക തന്നെ വേണം. നിസ്സാര കാര്യങ്ങൾക്ക് പോയി സൂയിസൈഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റേഷനിൽ ഉണ്ടായ ഒരു കേസ് എന്ന് പറഞ്ഞാല് എന്താ കാരണം എന്ന് പോലും അറിയില്ല. ഒരു ചെക്കനോട് ഐ ലവ് യു പറയണ്, തിരിച്ച് റെസ്പോണ്ട് ഇല്ല, തൂങ്ങി. എന്താണ് ആ കുട്ടികൾ 10-16 വയസ്സ് വരെ ഈ കുട്ടികള് ഈ വളർത്തി ഉണ്ടാക്കിയവരൊക്കെ മറന്ന് ഈ വക ചെയ്യും. അവർക്കണ്ട് പോയാൽ മതി. ഈ ജനിപ്പിച്ച അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ ഒരു ദിവസം പോലും ആ കുട്ടിയെ ആലോചിക്കാണ്ട് അവരിയ്ക്കുന്നില്ല. നമ്മൾ നമ്മുടേതായ വഴിക്ക് നീങ്ങുക, നേരെ നോക്കി നടക്കുക. അഹങ്കാരി എന്നുള്ള പേര് കേട്ടിരിക്കാം, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ നിങ്ങളുടെ പാത, നിങ്ങൾ പോകുന്ന വഴി നേരെ ആയിരിക്കണം. വലത്തോ ഇടത്തോ നോക്കാൻ നിൽക്കരുത്.
നോക്കിക്കഴിഞ്ഞാൽ അതിനെ നിരുത്സാഹപ്പെടുത്താനായിരിക്കും അധികം. പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടായിരിക്കും, അത് നമ്മൾ നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നവർ മാത്രം. നിരുത്സാഹപ്പെടുത്താനായിരിക്കും ഭൂരിഭാഗം ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്നും, ഈ നിരുത്സാഹം, നെഗറ്റീവ് ഉള്ളവരെ നമ്മൾ ഒഴിവാക്കുക. അതാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഡ്യൂട്ടിക്ക് പോകണം, ടൈം അധികമാണ്. താങ്ക് യു വെരി മച്ച്. ഹലോ. ഹായ് മാം. ഓക്കെ രാധിക മാം, താങ്ക് യു. മാമിന്റെ സ്റ്റോറി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി അതിനെ കുറിച്ച് പറയാനുണ്ടായിരിക്കും, അതിനോ. അപ്പൊ അത് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. സിന്ധു മാമിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് സിന്ധു മാം ഫസ്റ്റ് തന്നെ പറയട്ടെ. സ്റ്റാർട്ട്. ഞാൻ രാധിക മാമിനെ ഇന്നലെയാണ് കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ എൻ്റെ വേറൊരു സുഹൃത്ത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥണ്ട് അവിടെ. ആ സാറ് വഴി ഞാൻ വിളിച്ചതാന്നല്ല, ആ സാറിനെ ഞാൻ നല്ല വിളിച്ചത്. അപ്പൊ സാറിനോട് പറഞ്ഞു, അയ്യോ ടീച്ചറെ, എന്റെ പല്ല് റൂട്ട് കനാല് ചെയ്യാൻ പോവാണല്ലോ, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ വേറൊരാളെ തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് രാധിക മാമിന്റെ നമ്പർ ഇട്ട് തരുന്നത്. ഞാൻ അങ്ങനെ മാമിനെ വിളിച്ച് സംസാരിച്ചു. മാം അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ മാമിനെ സ്റ്റേഷനിൽ പോയി കണ്ടു. മാമിനെ ഒന്ന് കാണണല്ലോ, ഞാൻ തീരെ കണ്ടിട്ടില്ല. അപ്പൊ മാം പറഞ്ഞു, ഞാൻ ഈ പൊന്നാനിന്റെ അടുത്ത് ഇത്രയും കാലം ടീച്ചറെ പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ മാം പറഞ്ഞു. അപ്പൊ മാം ഞാൻ വിളിച്ചപ്പോഴേക്ക് ഇതില് ഓക്കെ പറയും, എനിക്ക് ഫോട്ടോ അയച്ചു തരില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എന്ന് എല്ലാവരും പേടിക്കുന്ന ഒരാളാണ് പോലീസ് എന്ന് പറയുന്നത്, അല്ലെ? കുട്ടികളായാലും വലിയവരായാലും പോലീസിന് അവിടെ കാണുമ്പോൾ ഇവിടെ വരയ്ക്കാൻ തുടങ്ങും. പക്ഷെ നമ്മള് ഇങ്ങനെ കുറെ ഫ്രണ്ട്ലി ആയിട്ട് പോലീസുകാരോട് ഇടപഴകുമ്പോഴാണ്, അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും, അവരും മനുഷ്യന്മാർ തന്നെയാണ്, അവർക്കും എല്ലാ വിചാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അപ്പളാ മനസ്സിലാവുക. അപ്പൊ എന്തായാലും എന്റെ ക്ഷണം സ്വീകരിച്ച് മാം ഇതിലേക്ക് വന്നേ ഞാൻ ആദ്യം തന്നെ മാമിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. മാമിന്റെ കഥ കേട്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി. എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും ഒരു അമ്മ, അല്ലേ? എല്ലാവരുടെ അമ്മമാരായിരിക്കും കൂടുതൽ കഷ്ടപ്പെട്ടുണ്ടാവുക. എന്റെ അമ്മ അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച എന്റെ കഥയായിരുന്നു. അപ്പൊ നമ്മള് ഓരോരുത്തരും നമ്മളെ രക്ഷിതാക്കളെ നന്നായി സ്നേഹിക്കുക, അവര് കഷ്ടപ്പെട്ടതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക, അവരെ സ്നേഹിക്കുക. അവര് ജീവിച്ചിരിക്കുമ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ മരിച്ചിട്ട് നമ്മൾ പറയുന്നത് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ജീവിച്ചിരിക്കുമ്പോ എന്തൊക്കെ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കുക. ഓക്കെ, താങ്ക് യു മാം. നല്ല അനുഭവങ്ങളായിരുന്നു ഷെയർ ചെയ്തത്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് മാം ഇതുവരെ എത്തിയതിന് ദൈവത്തിന്റെ ഭാഗത്ത് നല്ല അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാമിന് ഒരുപാട് കാലം ഇങ്ങനെ തന്നെ ജീവിക്കാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സിന്ധു മാം. അപ്പൊ ഇനി അടുത്തതായിട്ട് ആരാ പറയുന്നേ? മാജിക് മോണി ഞാൻ പറഞ്ഞോളാം. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഞാൻ അതാണ് ശ്രദ്ധിച്ചത്. നല്ലൊരു പ്രസന്റേഷൻ, നല്ലൊരു ആ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് ആ ചരിത്രം ഫുള്ള് ഉൾക്കൊള്ളാൻ കഴിയണില്ല, അല്ലെ? അവരുടെ ജീവിതം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് തന്നെ. അപ്പൊ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാന് കഴിഞ്ഞ കൊറോണ കാലത്ത് പരിചയപ്പെട്ട നമ്മളൊരു പോലീസുകാരുണ്ട്, വേങ്ങര പോലീസ് സ്റ്റേഷനിലുള്ള ഫാസിലർ. അവര് പറഞ്ഞു കേട്ടുമ്പോ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് തോന്നും ഈ ജോലിയൊന്നും വേണ്ട. പോലീസ് ആകുക എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് ആവശ്യമില്ല. കാരണം അത്രത്തോളമാണ് വീട്ടിലെ പ്രശ്നങ്ങള്, നാട്ടിലെ പ്രശ്നങ്ങള്, സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ പ്രശ്നങ്ങള്, മന്ത്രിമാര് വരുമ്പോ അവിടെ വേറെ പ്രശ്നങ്ങള്, എന്തെങ്കിലും കല്യാണമോ പരിപാടിയോ എന്തെങ്കിലും വീട്ടിലുണ്ടാകുമ്പോഴേക്കാരും അവിടെ ഒരാൾ വരുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാല്. അപ്പൊ അങ്ങനെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർ പറയുമ്പോ നമുക്ക് തോന്നും, പക്ഷെ ഇതിത്ര വലിയ നമ്മള് വിചാരിക്കുമ്പോ ഒരു പോലീസുകാര് ഭയങ്കര സംഭവം, പാന്റ് കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ ഇൻസൈഡൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോ നമ്മൾ വിചാരിച്ചു ഭയങ്കര സംഭവമാണ്. പക്ഷെ അവരുടെ ജീവിതം ഭയങ്കര ഇതാണ്. അത് ഒരു ഒരു ലീവ് ഇല്ലല്ലോ. നമുക്ക് ഞായറാഴ്ച ലീവ് പറഞ്ഞാൽ അവർക്ക് ഞായറാഴ്ച ലീവും ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പക്ഷെ സമൂഹത്തില് ഒരു സ്ഥാനം അവർക്കുണ്ട്. അതിനാണ് ഏറ്റവും പോലീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന കെറ്റപ്പ് വേറെ തന്നെയാണ്, അത് സാരം. അപ്പോ ഇത്തരം ഒരു സാഹചര്യം, കറുപ്പ് ഒരു വിഷയമല്ല, പക്ഷെ മറ്റുള്ളതൊക്കെ ഒരു വിഷയം തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ളതും അതുപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒരു വിഷയം തന്നെയല്ലേ. കറുപ്പ് എന്ന് പറഞ്ഞാൽ അത് ചില ആളുകൾക്കൊന്നും വിഷയം വരില്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിഷയം തന്നെയാണ്. ഇതിലൊക്കെ മുന്നോട്ട് വന്ന മാമിന് താങ്ക് യു, വളരെയധികം നന്ദി. താങ്ക് യു സർ.
താങ്ക് യു, Okay, താങ്ക് യു. thank you, Rasak sir. ഇനി ആരാണ് പറയാൻ റെഡി ആയിട്ടുള്ളത്? ഞങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. മണി സർ. മാജിക് മോർണിംഗ്. നല്ലൊരു ഇൻസ്പയറിംഗ് ടോക്ക് തന്നെയായിരുന്നു, നല്ലൊരു സ്റ്റോറി പ്രസന്റേഷനും ആയിരുന്നു. അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാകുക, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിന് അങ്ങേയറ്റം വരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് മാം ചെയ്തിട്ട് ആ സ്ഥിതിയിൽ എത്തുകയും ചെയ്തു. അപ്പം ആ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ്. അതുപോലെ അമ്മയെയും മറ്റു കുടുംബാംഗങ്ങളെയും വളരെയധികം സ്നേഹിക്കുക എന്നുള്ള ഒരു കാര്യം, അത് ഉത്തമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുട്ടികളെ കാര്യമായാലും ശരി, വീട്ടിലെ കാര്യമായാലും ശരി, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, അതായത് പുറത്ത് പോയി പോലീസ് ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞാൽ നിയമം പാലിക്കപ്പെടാൻ മറ്റുള്ളവരെ സഹായിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ സംരക്ഷിക്കുക, സമൂഹത്തിലെ നല്ല കാര്യങ്ങളിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ജോലിയും കൂടിയാണ് അത്. ഒരുപാട് വിഷമങ്ങളും കുറെ പ്രയാസങ്ങളും നേരിടുന്ന ഒരു പ്രത്യേകതരം ജോലിയാണ്. എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ് പോലീസിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും എനിക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷെ ഇത്രയും കാര്യമായിട്ട് സ്വന്തം ജീവിതം, നല്ല ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് വളരെയധികം ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു മണി സർ. ഓക്കെ, അപ്പോ ഇനി ആർക്കെങ്കിലും പറയാനുണ്ടായിരുന്നോ? കൂടുതൽ സമയം വൈകണ്ട, ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. മാജിക് മോർണിംഗ്, നല്ല പ്രസന്റേഷൻ ആയിരുന്നു മാം. താങ്ക് യു. ഓക്കെ, ഷൈമിന മാം ഷോർട്ട് ആയിട്ട് അവതരിപ്പിച്ചല്ലേ? ഓക്കെ, താങ്ക് യു ഷൈമിന മാം. ഫൈൻ. അപ്പോ ഇതിലിപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്നലെ പുതിയ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ആർക്കെങ്കിലും അതില് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ലീഡേഴ്സിനെ അല്ലെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറയൂ കേട്ടോ. ഇനി പേയ്മെന്റ് ചെയ്തിട്ടും ആഡ് ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പം രാധിക മാമിന്റെ സെഷൻ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. മൈ സ്റ്റോറി അല്ലെ, സ്റ്റോറി ഒരുപാട് പേരുടെ അവരുടെ സ്റ്റോറി കേൾക്കുമ്പോഴാണ് അവർ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാം. നമ്മളിങ്ങനെ കാണുമ്പോൾ അവർ ചിരിച്ച് നിൽക്കുന്നു, അവര് ഓക്കെയാണ്, അങ്ങനെ നമ്മൾ ഒരു വിലയിരുത്തും. പക്ഷെ അവരുടെ കഥ കേൾക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക അവരിങ്ങനെയൊക്കെ ഈ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത്. അതെ, അപ്പം ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് അല്ലെ. സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും, സ്ട്രഗിൾ ചെയ്യാതെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. എന്തായാലും നല്ലൊരു സ്റ്റോറി തന്നെയായിരുന്നു. നല്ല രീതിയിൽ തന്നെ രാധിക മാം അവതരിപ്പിച്ചു. ഇനിയിപ്പം കൂടുതലായിട്ട് ആർക്കും ഫീഡ്ബാക്ക് പറയാനില്ലെങ്കിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം അല്ലെ, ഇന്നത്തെ ഈ സെഷൻ. ഓക്കെ, അപ്പം ഈ ഒരു സെഷൻ എടുത്ത രാധിക മാമിനും അതുപോലെ തന്നെ ഇതിലെ ഇന്നത്തെ മോർണിംഗ് സെഷനിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു.